ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം മാർഗം പ്രധാനമല്ല, ലക്ഷ്യമാണ് പ്രധാനം. അവർക്ക് ഏത് മാർഗ്ഗവും സ്വീകരിക്കാം, അവർക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഏത് മാർഗ്ഗവും സ്വീകരിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 245 സീറ്റാണ് ഇപ്പം രാജ്യസഭയിലുള്ളത്. അതിൽ 113 മാത്രമാണ് ഇപ്പോൾ BJP എൻ്റെ കയ്യിലുള്ളൂ. 3-2 ഭൂരിപക്ഷം വേണം അവർക്ക് എല്ലാ ബില്ലും പാസ്സാക്കാൻ വേണ്ടിയിട്ട്. 3-2 ഭൂരിപക്ഷം അവരെങ്ങനെയെങ്കിലും കൊണ്ടുവരും. അതിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം DMK എന്ന് 8 വരി വിട്ട് നിന്നാൽ ഓക്കെയാണ്. ഈ പറയുന്ന 28 സീറ്റിൽ പിന്നാണ് നമ്മുടെ രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ടു നിന്നാൽ അവർക്ക് വിട്ടു നിന്നാൽ മതി. കാരണം ആരാണോ ഇത് രാജ്യസഭയിൽ പ്രസൻ്റ് ആകുന്നത് അവരുടെ 3-2 ഭൂരിപക്ഷം മതി. 200-ൽ താഴെ ഭൂരിപക്ഷം, 200 ആൾക്കാർ താഴെ മാത്രം ആൾക്കാർ ഈ പറയുന്ന രാജ്യസഭയിൽ എത്തിയാൽ അതിൽ 3-2 ഭൂരിപക്ഷം കിട്ടിയാൽ അവർക്ക് ആ ബില്ല് പാസ്സാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അവരെ കൊണ്ട് പറ്റുന്ന ആൾക്കാരെ കൊണ്ട് അവർ രാജിവെപ്പിക്കുന്നു. നിങ്ങൾ രാജിവെക്കാൻ റെഡിയാണോ, നിങ്ങൾ രാജിവെച്ചോളൂ, നാളെ നിങ്ങൾക്ക് BJPയുടെ രാജ്യസഭ MP ആയി അവിടെ വരാം എന്ന് പറയുന്നു. അവരെ കൊണ്ട് രാജിവെപ്പിക്കുന്നു. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രശ്നം കൊണ്ട് വിട്ടു നിൽക്കുന്ന സംവിധാനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇപ്പം പഞ്ചാബിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഡൽഹിയിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പം ബംഗാളിലായി, ഇപ്പം എവിടെയായി, തമിഴ്നാട്ടിലായി. അപ്പം ഇതെല്ലാം എവിടെ നിന്നാണ് നഷ്ടപ്പെടുന്നത്? നമ്മൾ പ്രതിപക്ഷത്താണെന്നും നമ്മളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ശക്തമായി കേരളത്തിലെ ഈ പറയുന്ന ജനാധിപത്യം പുലരാൻ വേണ്ടിയിട്ട് ശക്തമായി പോരാടും എന്ന് വിചാരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. അങ്ങനെയാണല്ലോ. ആ കോൺഗ്രസ്സാണ് ഇവരെല്ലാം കൂട്ടിപ്പിടിച്ചത്. കാരണം വിട്ടുവീഴ്ച ചെയ്യേണ്ട പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. കാരണം അവർക്കായിട്ട് ഉത്തരവാദിത്വമുണ്ട്. അവരാണ് രാജ്യം ഭരിച്ച പാർട്ടി, അവരാണ് രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം നിന്നത്. അവരെ സംബന്ധിച്ച് അതിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം പ്രാദേശിക പാർട്ടികളെ സംബന്ധിച്ചുള്ള അവർക്ക് 100 കൂട്ടം വെല്ലുവിളികൾ ഉണ്ടാവുന്നേ. അവർക്ക് രാജ്യസഭയിലെ ആൾക്കാരുണ്ടാവത്തില്ല, അവർക്ക് നിയമസഭയിൽ അവരുടെ ഫണ്ട് ഉണ്ടാവത്തില്ല, അവരെ സംരക്ഷിക്കാൻ സുപ്രീം കോടതി ഉണ്ടാവത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ ഉണ്ടാവും ഈ പറഞ്ഞ പ്രാദേശിക പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ പ്രാദേശിക പാർട്ടികളത്തെ എല്ലാ കാലത്തും നിങ്ങൾ ജവഹർലാൽ നെഹ്റു ഒരു കാലത്ത് തുടങ്ങി നോക്കിക്കോളൂ ഇങ്ങോട്ട്, എല്ലാ കാലങ്ങളിലും ഒരു സ്റ്റേറ്റ് പാർട്ടികൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു UDF ഉണ്ടാവാറ് അല്ലേ. ഇന്ത്യ മുന്നണി, ഇപ്പോൾ ഇന്ത്യ മുന്നണി, ഈ UPA ഉണ്ടാവാറ്, ഇപ്പോൾ ഇന്ത്യ മുന്നണിയായി. അപ്പം ഈ പ്രാദേശിക പാർട്ടികളെ കൂട്ടി നിർത്താൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുക എന്നുള്ളതിനേക്ക് അപ്പുറം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ DMKയിൽ നിന്ന് TVKയിലേക്ക് പോവുകയാണ്. ഈ പറഞ്ഞ DMKനെയും TVKനെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയണം കോൺഗ്രസ്സിന്. മനസ്സിലായില്ല? അവർ രണ്ടുപേരും BJPക്ക് എതിരാണല്ലോ. അവിടെ മാധു നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ദ്രാവിഡ രാഷ്ട്രീയമാണല്ലോ പ്രധാനം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. അവർ രണ്ടുപേരെയും കൈകാര്യം ചെയ്യാൻ പറ്റണം. പക്ഷേ എന്താണ്, അവർ ഒരു സുപ്രഭാതത്തിൽ ഒരാളോട് DMKയുടെ ഒരു അക്ഷരം പോലും പറയാതെ അവിടുന്ന് വിട്ട് TVKയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ പറയുന്നത് കഴിഞ്ഞ 50-60 വർഷമായി ഞങ്ങൾ കോൺഗ്രസിനെ കൊടുത്ത് പിന്തുണ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ 40 MP എല്ലാം കൂടി ഞങ്ങൾ സെപ്പറേറ്റ് ബ്ലോക്കായി ഇരിക്കാൻ പോവുകയാണ്. ഈ സെപ്പറേറ്റ് ബ്ലോക്കായി ഇരിക്കുമ്പോൾ എന്താ സംഭവം എന്നറിയോ? അവർക്ക് മാധു നേരത്തെ പറഞ്ഞാൽ വിഷയാധിഷ്ഠിതമായി തീരുമാനം എടുക്കാൻ കഴിയും. ഏത് കാര്യത്തിലാണോ തീരുമാനം എടുക്കേണ്ടത് ആ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും.